ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അതിന് നമ്മൾ ഈ എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പന്നിയാണ്. പന്നി മുകളിലോട്ട് നോക്കുന്നൊരു രംഗമില്ല. പന്നി എപ്പോഴും എങ്ങനെ നടക്കുള്ളൂ? ഇങ്ങനെ നടക്കുള്ളൂ. പിന്നെ പന്നി മുകളിലോട്ട് നോക്കുന്ന ഒരൊറ്റ ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയോ? കയ്യും കാലും കെട്ടി ഒരു കമ്പിനകത്ത് രണ്ടുപേര് തോളയിലിട്ടോട് ചുമന്നുകൊണ്ട് നോക്കുമ്പോൾ അന്നേ മേപ്പോട്ട് നോക്കുകയുള്ളൂ. അതുവരെ എങ്ങോട്ടേ നോക്കുകയുള്ളൂ? ഭൂമിയിലോട്ട് നോക്കുകയുള്ളൂ. മനസ്സിലായോ? വേദപുസ്തകം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാ ഭൂമിയിലുള്ളതല്ല. അല്ല, പിന്നെ അതിനകത്തൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? ഭൂമിയിലുള്ളതല്ല, പിന്നെ ഉയരത്തിലുള്ളത് തന്നെ. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുക, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയിൽ എൻ്റെ പക്കൽ നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം, എൻ്റെ സമ്പത്ത്, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, സകലതും ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ്. എൻ്റെ പ്രാണൻ ഉൾപ്പെടെ. പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്ന് എനിക്ക് നിത്യതയിലുണ്ട്. അപ്പോൾ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റതിന് സമാനമായി അവൻ യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദാറ്റ് മീൻസ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പൊ അങ്ങനെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ എന്നാണ് കൊലോസ്യ ലേഖനം പറയുന്നത്. അങ്ങനെ ഒരാളാണെങ്കിൽ, അല്ലാത്തവർക്ക് ഈ ഉപദേശം എന്തല്ല? ബാധകമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന എല്ലാ ഉപദേശങ്ങളും പറയപ്പെടുന്നെങ്കിലും അത് ദൈവകൃപയിൽ നിൽക്കുന്നവൻ അനുസരിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. നമ്മുടെ നാട്ടിൽ യോഗം കഴിഞ്ഞ് ഒരാള് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് ബസ് കാത്തു നിൽക്കുക. കൊട്ടാരക്കരയിലായിരുന്നു യോഗം. കൊല്ലത്തേക്ക് ബസ് കാത്തു നിൽക്കുമ്പം കൂടെ പരിചയക്കാരൻ വന്ന് ഇവിടെ നിന്നു. എന്നാ ഇവിടെ? ഓ, സന്തോഷമായിരിക്കും. അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുക. അപ്പം യോഗം കഴിഞ്ഞ് വന്നവൻ, അല്ലെങ്കിൽ അതിലൊരുത്തൻ എന്നങ്ങ് പറയാം. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ 2 പേര് കട്ടിലേക്ക് കിടക്കും, ഒരുത്തൻ എന്ന് പറഞ്ഞ പോലെ ഒരുത്തൻ, അതിലൊരുത്തൻ, മറ്റവൻ അവിടെ നിൽക്കട്ടെ. ഒരുത്തൻ ബസ്സിൽ കയറി, മറ്റവൻ കയറിയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ സർക്കാരിൻ്റെ KSRTC ബസ് ഇവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ചോദ്യം, ബസ്സിൽ കയറാൻ കാശ് കൊടുക്കണോ, കയറ്റം ഫ്രീ ആണോ? എന്തായാലും നാട്ടിൽ നിന്നാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. ബസ്സിൽ കയറാൻ കാശ് കൊടുക്കണോ, കയറ്റം ഫ്രീ ആണോ? ചിന്തിച്ചേ പറയാവൂ. കയറ്റം ഫ്രീയാ, കയറാൻ കാശ് കൊടുക്കണ്ട. കയറ്റം ഫ്രീയാ. ഹിന്ദുവിന് കയറാം, മുസൽമാന് കയറാം, ക്രിസ്ത്യാനിക്ക് കയറാം, ചെകിടന് കയറാം, മുടന്നിന് കയറാം, കറുത്തവന് കയറാം, വെളുത്തവന് കയറാം, പല്ലുന്തിയതിന് കയറാം, കോങ്കണ്ണിക്കും കയറാം. അവ എല്ലാത്തിനും കയറാം. കയറ്റം ഫ്രീ ആണ്, അല്ലേ? പക്ഷെ കയറിക്കഴിഞ്ഞാൽ, അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ അകത്തെ നിയമങ്ങൾ പാലിക്കണം. 1, ടിക്കറ്റ് എടുക്കണം. 2, കയ്യും തലയും പുറത്തിടരുത്. 3, പുകവലി പാടില്ല. 4, സ്ത്രീകളുടെ സീറ്റിൽ. അപ്പം ഈ ആഗ്രഹിക്കുന്നിടത്ത് വലിയ തടസ്സമൊന്നും ഇല്ലാതെ പോയി ഇറങ്ങണമെങ്കിൽ അകത്തെഴുതിയിരിക്കുന്ന ഉപദേശം കയറിയവൻ പാലിക്കണം. അപ്പം മറ്റവൻ കയറിയില്ല, അവൻ പുറത്ത് നിൽക്കുക. അവൻ അകത്തോട്ട് നോക്കിയിട്ട് പറയാം, പിന്നെ ഞാൻ വലിക്കും. എന്താണ്? ഞാൻ ഇവിടെ ഉള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഹലോ, ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? പുകവലിക്കുന്നുണ്ട്. പിന്നെ ഞാനും വലിക്കും. നീ വലിച്ചോ? നീ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടില്ല? കയറിയിട്ടില്ല. പ്രമാണം അകത്തുള്ളവനാണ് പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അകത്ത് കയറിയവൻ ഈ നിയമത്തിന്റെ കീഴിലാ. ശരിയല്ലേ? പുറത്ത് നിൽക്കുന്നവൻ എന്തും കാണിക്കാം. പക്ഷെ അകത്ത് കയറിയവന് പിന്നെ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ പോയി ഇറങ്ങണമെങ്കിൽ അകത്തെ നിയമം പാലിക്കണം. വേണ്ടേ? വേണം. അപ്പോൾ ഒരുത്തൻ പറയാ, ഓ പിന്നെ എന്നെ ഫ്രീ ആട്ടല്ലേ കയറ്റിയെന്നും പറഞ്ഞ് സ്ത്രീകളുടെ മടിയിൽ കയറി ഇരുന്നാലോ? ആമ്പിള്ളേർ അടിച്ചെടുത്ത് വെളിയിലോട്ട് കളയും. അപ്പോൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ അവന് എത്താൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്തുനിന്നോ കൊച്ചിയിൽ ഒരു ഫ്ലൈറ്റിലോട്ട് കയറിയാൽ ആ ഫ്ലൈറ്റിൻ്റെ അകത്ത് പറയപ്പെട്ട സകല നിയമവും പാലിച്ച് അവിടെ ഇരിക്കണം. ലാൻഡിങ് ആവുമ്പോൾ ഇങ്ങനൊന്ന് ചാരി ഇരിക്കാനേ ആകപ്പാട് പറ്റുന്നുള്ളൂ. അതും കൂടെ നേരെയാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നേരെയാക്കും, അല്ലേ? അവിടെ ഇരുന്നുകൊണ്ട് പൈലറ്റ് സീറ്റ് ബെൽറ്റ് ഇടണം, പിന്നെ ക്ലൈമറ്റ് ഇച്ചിരി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സിഗ്നൽ കാണിച്ചാൽ ഉടനെ ക്യാബിൻ ക്രൂ ഇങ്ങോട്ട് വന്നച്ച് പറയും, എല്ലാവരും അങ്ങോട്ട് ഇട്ടേന്ന് പറയും. നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ എങ്ങനെയെങ്കിലും ഊരാൻ കാത്തിരിക്കുക നമ്മൾ അങ്ങിടുക. അപ്പോൾ ഒരുത്തൻ പറയും, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ അവർ പറയും, ഈ സിഗ്നൽ ഒന്ന്, ഈ സീറ്റ് ബെൽറ്റിൻ്റെ സൈൻ ഒന്ന് മാറട്ടെ എന്നിട്ട് പോകാമെന്ന് പറയും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതായി പറഞ്ഞത്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അങ്ങ് മൂത്രം ഒഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാനാ, നിവർത്തിയില്ലാതെ നമ്മൾ അതിൻ്റെ അകത്തുള്ള നിയമങ്ങൾ അങ്ങ് സഹിക്കുക. ഇതെല്ലാം ലോകപ്രകാരം ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം പറഞ്ഞാൽ വേണോ എന്നാണ് നമ്മുടെ ചിന്ത. പാടില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അഥവാ നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. രക്ഷിക്കപ്പെട്ടവൻ എപ്പോഴും ഉയരത്തിലുള്ള വിഷയങ്ങളെ ചിന്തിക്കാൻ പാടുള്ളൂ. എന്താണ് ഉയരത്തിലുള്ള വിഷയം? കർത്താവേ, നീ എപ്പോൾ വരും? എപ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ ചേരുവാനിടയാകും? ഈ ദുഷ്ടലോകത്ത് നിന്ന്, കഷ്ടലോകത്ത് നിന്ന് എന്നെ ചേർപ്പാൻ അങ്ങ് എപ്പോൾ വരും? എനിക്ക് വേണ്ടി പണിയപ്പെടുന്ന ഭവനം എങ്ങനെയായിരിക്കും? നമ്മൾ വീട് പണിയുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ടെന്ന് വെച്ചോ, അവർ എല്ലാ ആഴ്ചയിലും പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും എന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, കൃപയാൽ ഒരു വസ്തു മേടിച്ചു, അടുത്ത ആഴ്ച കല്ലിടുക, പ്രാർത്ഥിക്കണം. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ പറയും കൃപയാൽ ബേസ്മെൻ്റ് ഒക്കെ കെട്ടി, അടുത്ത ആഴ്ച കട്ടളവെപ്പാണ്, പ്രാർത്ഥിക്കണം. പിന്നെ അങ്ങോട്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇത് തീരാൻ വേണ്ടി ആവലോടിരിക്കുക. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കൈപ്പണിയല്ലാത്തൊരു ഭവനം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതെപ്പോൾ തീരും? എപ്പോൾ ഞാൻ അങ്ങോട്ട് കയറും? ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ആവേശം. ഇവിടെ നമ്മൾ നേടുന്നതൊന്നും ഒരു മൊട്ടുസൂചി പോലും കൊണ്ടുപോയ ചരിത്രമില്ല. എൻ്റെ മോള് 18 വയസ്സായപ്പോൾ അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആദ്യമായിട്ട് അവൾ മേടിച്ച സ്വർണ്ണമോതിരമായത്. അത് കൊച്ചിനും കൊടുത്തു വിട്ടായിരുന്നു. ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുമില്ല. വേണമെങ്കിൽ കുഴി മാന്തി കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അത് എടുക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ നേടിയതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സമ്പാദിക്കും, ഭയങ്കര പൈസയൊക്കെയാണ്. പക്ഷേ ഈ അകത്തിടുന്നൊരു ബനിയനൊന്ന് മാറ്റി എന്ത് ചെയ്യല്ല? ചില കണ്ടിട്ടില്ലേ, ചില പണ്ടത്തെ അച്ചായന്മാരെ, ഇവരിട്ടിരിക്കുന്ന റോഡിൽ കൂടെ പണ്ടത്തെ ലൂണ ഓടിച്ചുകൊണ്ട് പോകും. ഇഷ്ടംപോലെ പണമുണ്ട്. പക്ഷേ ഈ ഇട്ടുകൊണ്ട് പോകുന്ന ബനിയനകത്ത് അവിടെ ഇവിടെ എല്ലാം ഓട്ടയാണ്. ഈ ഓട്ട ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ഇഷ്ടംപോലെ പണമുണ്ട്. എന്നാൽ ഇത് ലൂണായി ഒന്ന് മാറ്റി ഒരു നല്ല വണ്ടി എടുക്കാമെന്ന് ചെയ്യും. അയ്യോ, അത്രയും പൈസ ഒന്നും നമുക്ക് എല്ലാം ചെയ്ത് ഇങ്ങനെ പിടിച്ച് കൊണ്ടിട്ടിട്ട് ഒരു ദിവസം അറ്റാക്ക് വന്ന് പുള്ളി ചാത്തു. ഇതെല്ലാം ആർക്ക്? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോവുകയല്ല, ഇങ്ങനെ പിടിച്ച് വെച്ചോണ്ട്. അത് ഞാനത് എപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വായിക്കാറുണ്ട്. പിന്നെ ദുഷ്ടന്മാർക്കോ ദൈവം സമ്പത്ത് സ്വരൂപിക്കുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു എന്നാണ്. അപ്പം ദുഷ്ടന്മാരിതെല്ലാം കൂടെ സമ്പാദിച്ചു വെക്കും. ദൈവത്തിന് ഹിതമുള്ളവൻ പിന്നെ ബാങ്കിൽ ചെന്ന് ഒരു ലോൺ എടുത്ത് നല്ലൊരു കാറും മേടിച്ച് അവൻ്റെ മുമ്പിൽ കൂടെ നടക്കും. ആരുടെ പൈസയാണ്? മറ്റവൻ്റെ പൈസ അവൻ കൊണ്ട് കൂട്ടിയിട്ടിരിക്കും. ഇവൻ പോയി ലോൺ എടുത്ത് കാർ എടുത്തില്ല, അവൻ്റെ മുമ്പിൽ കൂടെ നടക്കും. ഇതോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അതിന് നമ്മൾ ഈ എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പന്നിയാണ്. പന്നി മുകളിലോട്ട് നോക്കുന്നൊരു രംഗമില്ല. പന്നി എപ്പോഴും എങ്ങനെ നടക്കുള്ളൂ? ഇങ്ങനെ നടക്കുള്ളൂ. പിന്നെ പന്നി മുകളിലോട്ട് നോക്കുന്ന ഒരൊറ്റ ദിവസം ഉണ്ട്. എപ്പോഴാണെന്നറിയോ? കയ്യും കാലും കെട്ടി ഒരു കമ്പിനകത്ത് 2 പേര് തോളയിലിട്ടോട്ട് ചുമന്നുകൊണ്ട് നോക്കുമ്പോൾ അന്നേ മേപ്പോട്ട് നോക്കുകയുള്ളൂ. അത് വേറെ എങ്ങോട്ടേ നോക്കുകയുള്ളൂ? ഭൂമിയിലോട്ടേ നോക്കുകയുള്ളൂ. മനസ്സിലായോ? പക്ഷെ ആട്ടുംകുട്ടി അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും എന്ന് കരയുമ്പോഴെല്ലാം മേലോട്ടാണ് നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് അക്ഷരാർത്ഥത്തിൽ എപ്പോഴും നമ്മുടെ അകത്ത് ഭരിക്കേണ്ട ഒരു ചിന്ത. കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് വന്നാൽ, എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഒരു പക്ഷേ എവിടേക്കോ നമുക്കൊരു ധൈര്യം ഉണ്ടാകാം. എന്തായാലും ഇന്നും നാളെ ഒന്നും കർത്താവ് വരാൻ പോകുന്നില്ല. ഒരു ധൈര്യം എവിടേക്കോ നമ്മുടെ മനസ്സിലുണ്ട്. എന്തായാലും ഈ ഒരാഴ്ചക്കകത്തൊന്നും എന്തായാലും കർത്താവ് വരത്തില്ലെന്ന് എവിടേക്കോ ഒരു ധൈര്യമുണ്ട്. സമ്മതിച്ചു. പക്ഷെ ഈ ഒരാഴ്ച നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ്? ചിന്തിക്കേ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന നമ്മൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മഹാരാജ്യത്തെ ഹൈവേ കൂടെ 100, 110, 120 എന്ന് പോകുമ്പം നമുക്ക് തോന്നാം നമ്മളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണെന്നൊക്കെ നമുക്ക് തോന്നാം. എത്ര വർഷമായി ഞാനിവിടെ തലങ്ങും വിലങ്ങും ഇവിടെ, നമുക്കൊന്നൊരു വിഷയമല്ലെന്ന്. പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവനൊന്ന് തുമ്മിയാൽ പോരെ? ഓപ്പോസിറ്റ് വരുന്നവനൊന്ന് തുമ്മിയാൽ മതി, അല്ലെങ്കിൽ അവനൊന്ന് ഉറക്കം തൂങ്ങിയാൽ മതി, അവൻ ഇങ്ങോട്ട് കൊണ്ടിടിക്കാം. ഈ ഹൈവേയിലൊക്കെ ഇടിച്ചാൽ പൊടി പോലും. അപ്പൊ അങ്ങനെ വരെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്.
നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലാക്കിക്കോണം. അപ്പം നമ്മൾ പറയാ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുക, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ മാത്രം. ഇതൊരിക്കലും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഉപദേശങ്ങളല്ല വേദപുസ്തകത്തിലുള്ളത്. അത് പിന്നാലെ നമുക്ക് പല വാക്യങ്ങളും ചിന്തിക്കാനുണ്ട്. ഇത് പറയുക എന്ന് മാത്രമുള്ളൂ. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. കർത്താവിനോടുകൂടെ ഞാൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന് അനുരൂപമായിരിക്കുന്ന സ്നാനം എന്ന് പറയുന്ന മഹത്വകരമായ ശുശ്രൂഷ ഞാൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇനി നമ്മൾ എവിടെ ഉള്ളത് അന്വേഷിക്കണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അടുത്ത വാക്കെന്താ? ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. അടുത്ത വാക്ക് ഭൂമിയിലുള്ളതല്ല. അല്ലെന്ന് ഈ വേദപുസ്തകം പല കാര്യങ്ങളും അല്ലെന്ന് പറയുമ്പം പിന്നെ ഇത് ആണെന്ന് പറയുന്നത് ആരാ ഇവിടെ? അതാണ് മനസ്സിലാവാത്തത്. വേദപുസ്തകം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാ ഭൂമിയിലുള്ളതല്ല. അല്ല, പിന്നെ അതിനകത്തൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? ഭൂമിയിലുള്ളതല്ല, പിന്നെ ഉയരത്തിലുള്ളത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുക. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ഭൂമിയിൽ എൻ്റെ പക്കൽ നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം, എൻ്റെ സമ്പത്ത്, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, സകലതും ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ്. എൻ്റെ പ്രാണൻ ഉൾപ്പെടെ. പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്ന് എനിക്ക് നിത്യതയിലുണ്ട്. എൻ്റെ ചിന്ത അവിടെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അടുത്തതായി, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചു. ലോകത്തിന്റെ മോഹമനുസരിച്ച്, കൂട്ടുകാരുടെ ഇഷ്ടമനുസരിച്ച്, ബന്ധുക്കളുടെ ഇഷ്ടമനുസരിച്ച്, ജാതികളുടെ ഇഷ്ടമനുസരിച്ച് കാലം പോക്കിയത് മതി എന്നല്ലേ എഴുതിയിരിക്കുന്നേ? മതി. അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്നിടത്താണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഭാഷ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യം തേജസ്സോടെ വെളിപ്പെടുന്നത് കാണുവോളം നിങ്ങളിൽ ചിലർ മരണം കാണുകയില്ല, നിദ്ര കൊള്ളുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 12 ശിഷ്യന്മാർ യൂദാ പോയിട്ട് 11 എണ്ണത്തെ നോക്കിച്ച് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുന്നത് കാണുവോളം നിങ്ങളിൽ ചിലർ, 11 എണ്ണത്തിൽ ചിലത് മരിക്കത്തില്ലെന്ന്. പക്ഷേ അവരെല്ലാം എന്ത് ചെയ്തു? അവരാരെങ്കിലും ഇപ്പം മരിക്കാതുണ്ടോ? അവരെല്ലാം എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം നടക്കാതെ പോവോ? അയ്യോ, അത് ശരിയായില്ല. അപ്പം ബൈബിൾ മൊത്തം പ്രശ്നമായി, നമ്മൾ ആകെ കൺഫ്യൂഷനായല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ വാക്യമായിട്ട് ധ്യാനിക്കാനിരുന്നത്. ആ വാക്യം മനസ്സിലാക്കണം, എനിക്ക് പറഞ്ഞു തന്നേ പറ്റത്തോളെന്ന് നിർബന്ധവുമായി ആ വേദഭാഗവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ അടുത്ത അധ്യായം വായിക്കടാ, അവിടെ ഉണ്ട് ഉത്തരം. അടുത്ത അധ്യായം വായിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? 6 ദിവസം കഴിഞ്ഞ ശേഷം അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മറുരൂപ മലയിലേക്ക് പോയി. അവിടെ വെച്ച് കർത്താവ് തേജസ്കരിക്കപ്പെട്ടു. മോശ ഏലിയാവും സംസാരിച്ചു. ഈ സീൻ 3 പേരെ കണ്ടുള്ളൂ. പക്ഷെ അവർ പറഞ്ഞു, നമുക്കിവിടെ കുടില് തേജസ്സിൽ വെളിപ്പെടുന്നു. ഇവിടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് കാണാൻ ഭാഗ്യം ലഭിച്ച 3 പേരുണ്ട്. അത് കഴിഞ്ഞാൽ അവർ മരിച്ചേ. ദൈവരാജ്യം, കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ തേജസ്സിൽ നമ്മളും ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടും. ഇപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അന്ന് അത് വെളിപ്പെടും. തേജസ്കരിക്കപ്പെട്ട ശരീരമായി വെളിപ്പെടും. ലോകത്തിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത വെണ്മയുള്ള തേജസ്കരണത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്,